ഐസണിലേക്ക് കൂടി പോകുകയാണ്. ഐസൺ, ഈ 625 അടിയിലേക്ക് വിമാനം പറന്നുയരുന്ന സാഹചര്യത്തിലാണ് ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 242 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം വരുന്നു. 12 ക്രൂ മെമ്പേഴ്സും ഉണ്ട്. വലിയ ആൾനാശം അവിടെ സംഭവിച്ചതായുള്ള പ്രാഥമിക വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം നൽകുന്ന സാഹചര്യമുണ്ട്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഐസൺ. തീർച്ചയായും നീലിമ, ഇപ്പോൾ നമുക്ക് ഈ ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് 650-ലേറെ അടി ഉയരത്തിൽ നിന്നാണ് ഈ വിമാനം താഴേക്ക് പതിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ എഞ്ചിൻ സ്റ്റോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക പ്രശ്നം കൊണ്ടായിരിക്കാം. ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് പറന്നുയരുന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് പോകുന്ന ഒരു രീതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനവുമായാണ് ഈ വിമാനം പറക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഇന്ധന ശേഖരം ആ വിമാനത്തിലുണ്ടാകും. അതിൻ്റെ ചിറകുകളിൽ വലിയ തോതിലുള്ള ഇന്ധന ശേഖരം ഉണ്ടാകും. ആ ഇന്ധന ശേഖരത്തിന് തീപിടിക്കത്തക്ക സാഹചര്യം ഏത് രീതിയിൽ അതിലൊരു ഇഗ്നിഷൻ അവിടെ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടത്. അത് തുടർന്നുമുള്ള വിവരങ്ങളിലാണ് നമുക്ക് ലഭ്യമാവുക. നമുക്കറിയാവുന്നതാണ് 2 പൈലറ്റുമാരും 10 ക്രൂ മെമ്പേഴ്സുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ യാത്രക്കാരുണ്ടായിരുന്നു, 230ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് എന്താണ് അപകടത്തിന് കാരണമായത്. അത് പക്ഷി ഇടിച്ചതാകാം, നേരത്തെ നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ പക്ഷി ഇടിച്ചതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ആ വിമാനത്തിൻ്റെ എഞ്ചിനിൽ വന്നതാകാം. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലൊരു താഴേക്ക് പതിക്കുന്നൊരു രീതിയുണ്ട്. ഒരു കൃത്യമായൊരു ലെവലിൽ ഇത് ഉയർന്നു പൊങ്ങിയതിന് ശേഷമാണ് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തടസ്സമുണ്ടാവുകയും സാങ്കേതിക പ്രശ്നമുണ്ടായതെന്നാണ് പ്രാഥമികമായ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് ഏതാണ്ട് അല്പം ഉയരത്തേക്ക് പറന്നുയർന്ന് പെട്ടെന്ന് അത് താഴോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ താഴോട്ട് വരുന്നതിനിടെ ഒരു പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരത്തിലിടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഇടിക്കുകയോ ചെയ്തിരിക്കാം. സുരക്ഷിതമായി താഴത്തേക്ക് ഇറങ്ങാവുന്ന ഒരു ബഫറിൻ്റെ പരിസരത്ത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത് ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഈ റൺവേയുമായിട്ട് അഭിമുഖമായി കുറേ ഏരിയ ഒഴിഞ്ഞു കിടക്കുന്ന ഏരിയകളുണ്ടാകും. ആ ഏരിയയിലേക്ക് ആയിരിക്കാം ഒരു പക്ഷേ പൈലറ്റ് ലക്ഷ്യം വെച്ചത് എങ്കിൽ കൂടി നിലവിലെ വിവരങ്ങളനുസരിച്ച് ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. നിലത്ത് വീണതിന് ശേഷമാണോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് താഴെ വീഴുകയായിരുന്നോ എന്നത് സംബന്ധിച്ചും ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ DGCA അന്വേഷണം, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. തുടരന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ മറ്റൊരു വിവരം കൂടി, ഗൗരവമേറിയ വിവരം കൂടി പുറത്തു വന്നത് വിജയ് രൂപാണിക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നാണ്. വിജയ് രൂപാണി വിമാനത്തിലുണ്ട് എന്ന രീതിയിലുള്ളൊരു സ്ഥിരീകരണം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഈ വിമാനം വീണ പ്രദേശത്ത്, അതായത് വിമാനം വീണ പ്രദേശത്ത് മറ്റു രീതിയിലുള്ള ആൾതാമസമുള്ള പ്രദേശമാണോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിമാനത്തിലുള്ള ആളുകൾ മാത്രമായിരിക്കില്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടാകും. തീർച്ചയായും ഇത്തരത്തിലൊരു ജനവാസ കേന്ദ്രത്തിലേക്ക് വിമാനം വീണ ഒരു സാഹചര്യത്തിൽ, തീർച്ചയായും അതിന് പരിസരത്തേക്ക് വീണ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. അത്തരത്തിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നീലിമ, അതായത് ജനവാസ മേഖലയിലേക്കാണ് വിമാനം വന്ന് പതിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോറൻസിക് റോഡ് ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടായത്. അതായത് വലിയ ആൾതാമസമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇത്തരത്തിൽ ഈ അപകടം നടന്നിട്ടുള്ളത്. വിമാനത്തിനകത്തും പുറത്തുമുള്ളവർക്കു കൂടി വലിയ പരിക്കുകൾ ഏൽക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ഒന്നിനും ഔദ്യോഗിക സ്ഥിരീകരണം നമ്മുടെ മുന്നിൽ ഇല്ല. ഐസൺ, തീർച്ചയായും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും DGCAയുടെ അന്വേഷണത്തിന് ശേഷവും അതുപോലെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമാണ് ലഭ്യമാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് NDRF സംഘങ്ങൾ ഗാന്ധിനഗറിൽ നിന്ന് 90 പേരടങ്ങുന്ന ഒരു ദുരന്ത നിവാരണ സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. 2 കമ്പനി കൂടി തിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏത് തോതിലാണ് അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നൊരവസ്ഥയില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ഈ വിമാനം തകർന്ന പ്രദേശത്ത്
രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവർ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംബുലൻസുകളിലും മറ്റും ഇവരെ പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളെല്ലാം കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ആ ഒരു മൂവ്മെൻറ്റ് സാധ്യമാകാത്തൊരവസ്ഥയുണ്ടാകും. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഇന്ധനം കത്തി പിടിച്ച ഒരു സാഹചര്യം, ആ പരിസരത്തെല്ലാം തന്നെ പടർന്നു പിടിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതിനടുത്തേക്ക് ഇപ്പോൾ ഈ അപകടം നടന്ന പ്രദേശത്തിന് തൊട്ടടുത്തേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഒരു പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ മറികടന്നിരിക്കാം. ഇപ്പോൾ DGCAയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒരു മെയ്ഡേ കോൾ ATCക്ക് ലഭിക്കുകയാണ്. ടേക്ക് ഓഫിന് തൊട്ടു പുറകെയാണ് ഇത്തരത്തിൽ മെയ്ഡേ കോൾ വരുന്നത്. 1:39 അഹമ്മദാബാദ് അതിൽ നിന്നും ഈ റൺവേ 23-ാം നമ്പർ റൺവേയിൽ നിന്നും വിമാനം പറന്നുയരുന്നത്. ആ സമയം തൊട്ടു പുറകെ ഒരു മെയ്ഡേ കോൾ ATCയിലേക്ക് ലഭിക്കുകയാണ്. പിന്നീട് അപ്പോൾ തന്നെ ഈ വിമാനവുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് DGCA പുറത്തുവിട്ടിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു സൂചന ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർത്തും ഗൗരവമേറിയ ഒരു സാഹചര്യം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളാണോ ലഭ്യമാവുക ഉണ്ടായിട്ടുള്ളത്, മറ്റ് തകരാനുള്ള സാഹചര്യമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. പ്രാഥമികമായ വിവരങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്ന ഓരോരോ വസ്തുതകളിൽ നിന്നും നമുക്ക് പൂർണ്ണമായും ഈ അപകടത്തിൻ്റെ കാരണം കണ്ടെത്താൻ സാധ്യമല്ല. കാരണം തീരുമാനിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എമർജൻസി സന്ദേശങ്ങളെല്ലാം തന്നെ വരുന്നൊരു സാഹചര്യമുണ്ട്. എമർജൻസി സന്ദേശം വന്നതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതിൻ്റെ ആ ഒരു വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ പരിശോധിക്കാനുള്ള രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വലിയ തോതിലുള്ള ഒരു അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നിലവിൽ അതിലെ മലയാളി സമാജം സെക്രട്ടറി ബെന്നി വർഗീസ് നമ്മോടൊപ്പം ചേരുകയാണ്. ബെന്നി, അതീവ ദുഃഖകരമായ വാർത്തയാണ് അഹമ്മദാബാദിൽ നിന്നും വന്നിരിക്കുന്നത്. താങ്കളുടെ വിവരമനുസരിച്ച് എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? അവിടെ ഇത് വളരെ ദാരുണമായ ഒരു ആക്സിഡന്റ് ആണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തതിന് വിതിൻ 2 മിനിറ്റ്സ് ആണ് ഇത് പ്ലെയിനാണ് ക്രാഷ് ആയിരിക്കുന്നത്. ഇത് മേഘാണി നഗർ എന്ന് പറയുന്ന ജനവാസ കേന്ദ്രത്തിലാണ് ഇത് ക്രാഷ് ആയിരിക്കുന്നത്. എന്നാൽ ഈ പ്ലെയിൻ ക്രാഷ് ആയിരിക്കുന്ന ഒരു ഗവൺമെന്റ് കോമ്പൗണ്ടിലാണ്. IGP ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റുവളപ്പിലാണെങ്കിൽ നല്ല വലിയൊരു കോമ്പൗണ്ട് ഉണ്ട്. എന്നാൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ക്രാഷോട് കൂടിയിട്ടാണ് ഈ ബിൽഡിങ്ങിലേക്കാണെങ്കിൽ പ്ലെയിൻ ഇടിച്ച് താഴെ ക്രാഷ് ആയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഫോട്ടോ വരുന്നതനുസരിച്ച് വളരെ ദാരുണമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നവർ. എത്ര പേര് രക്ഷപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ചിന്തിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആംബുലൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ ഒരുപാട് പേരാണ് സ്ഥലത്തേക്കാണെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ സർവീസും അവിടെ ആവശ്യമുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബെന്നി, നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ വിമാനത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരു ഗ്രൗണ്ടിലേക്കാണ് ഇത് തകർന്നു വീണത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അവിടെ ചുറ്റുപാട് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അത് കത്തി നശിച്ചിരിക്കുകയാണ്. അതിനകത്താണെങ്കിൽ ഒന്നും അവശേഷിക്കത്തക്ക രീതിയിലുള്ള ഒന്നുമില്ല. ഫോട്ടോയെല്ലാം കാണുന്നതനുസരിച്ചാണെങ്കിൽ കംപ്ലീറ്റ് ആണെങ്കിൽ കത്തി നശിച്ചിരിക്കുകയാണ് ആ വിമാനം. കാരണം ഇതാണ് ഫുൾ ഇന്ധനമായിട്ട് ലണ്ടനിലേക്ക് പോയ ഫ്ലൈറ്റ് ആണല്ലോ. ടേക്ക് ഓഫിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് ഇന്ധനത്തിനാണെങ്കിൽ തീ കത്തിയിട്ടാണ് ഇത് ക്രാഷ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുള്ള ആൾക്കാരുടെ വിവരങ്ങൾ വളരെ ദാരുണമായിരിക്കും. ഇത് ഗുജറാത്തിലെ പൂർവ്വ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ബെന്നി, നമ്മൾ വീണ്ടും ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾ ദയവായി സമാഹരിക്കുക. ഞങ്ങൾ വീണ്ടും അങ്ങയെ ബന്ധപ്പെടുന്നതാണ്. ഈ ഘട്ടത്തിൽ അങ്ങയോട് വളരെയധികം നന്ദി പറയുകയാണ്. നന്ദഗോപൻ കൂടി ചേരുകയാണ്. നന്ദഗോപൻ, അവിടെ അഹമ്മദാബാദിലെ മലയാളി സമാജം സെക്രട്ടറി ബെന്നി വർഗീസാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ബെന്നി വർഗീസ് നൽകുന്ന സൂചനയനുസരിച്ച് ഒരു ഗ്രൗണ്ടിലേക്കാണ് ഈ വിമാനം കത്തി അമർന്ന് വീഴുകയായിരുന്നു. പൂർണ്ണമായും കത്തുപിടിച്ച അവസ്ഥയിലേക്കാണ് ഈ ഗ്രൗണ്ടിലേക്ക് ഈ വിമാനം പതിക്കുന്നത് എന്നുള്ള
വിവരങ്ങളാണ് ബെന്നി വർഗീസ് എന്ന നമ്മുടെ മലയാളി സമാജത്തിന്റെ സെക്രട്ടറി, അഹമ്മദാബാദിലെ സെക്രട്ടറി നമ്മോട് പങ്കുവച്ച വിവരങ്ങൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു ദുരന്തത്തിനാണ് ഈ നിമിഷങ്ങളിലൂടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്നല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? നിലവ എയർ ഇന്ത്യയുടെ A171 വിമാനത്തിൽ നിന്നും മെയ്ഡേ സന്ദേശം എത്തിയിരുന്നു എന്നുള്ളതാണ് ATCയിൽ നിന്നും ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. അതായത് ഒരു വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ സാധാരണഗതിയിൽ 2 തരത്തിൽ എമർജൻസി സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിന് പൈലറ്റുമാർ നൽകാറുണ്ട്. സാധാരണ ചെറിയ അപകടമാണെങ്കിൽ പാൻ 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 എന്ന് 3 തവണ ATCയിലേക്ക് റേഡിയോ വഴി പറയുകയായിരിക്കും. എന്നാൽ ഇതിപ്പോൾ ഈ ഒരു കേസിൽ മെയ്ഡേ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് മെയ്ഡേ 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 എന്ന് 3 തവണ എയർ ട്രാഫിക് കൺട്രോളിനോട് പൈലറ്റ് ഈ റേഡിയോയിലൂടെ, വിമാനത്തിലുള്ള പൈലറ്റ് റേഡിയോയിലൂടെ പറയുന്നതാണ് മെയ്ഡേ സന്ദേശം. അതായത് തങ്ങൾ വലിയ അപകടത്തിൽപ്പെടുകയാണ്, ഇനി ഒരു പക്ഷേ തുടർന്ന് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നതാണ് ഈ മെയ്ഡേ സന്ദേശം എന്നുള്ളത്. അതായത് ഒരു വിമാനം ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോഴാണ് അതിലെ പൈലറ്റ്, വൈമാനികർ ഇത്തരത്തിൽ എയർ ട്രാഫിക് കൺട്രോളിന് ഈ മെയ്ഡേ സന്ദേശം നൽകുന്നത്. അങ്ങനെ ഒരു മെയ്ഡേ സന്ദേശം ഈ എയർ ഇന്ത്യയുടെ ഈ വിമാനത്തിൽ, തകർന്ന വിമാനത്തിൽ നിന്നും പൈലറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇത് പൈലറ്റിന് ഈ അപകടം ഉണ്ടായി എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല, മറിച്ച് അല്പസമയം ഇത്തരമൊരു അപകടം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുവാനുള്ള സമയം ഈ വൈമാനികർക്ക് പൈലറ്റിന് ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നിർണായകമായത്. നന്ദഗോപൻ, മെയ്ഡേ കോൾ വരുന്നു, പിന്നീട് ഈ ATCക്ക് പൂർണ്ണമായും വിമാനവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയാണ്. പിന്നീട് ഒരു വിവരവും കിട്ടുന്നില്ല. ഈ മെയ്ഡേ കോൾ മാത്രമാണ് ഏറ്റവും അവസാനം കമ്മ്യൂണിക്കേഷനായി പൈലറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അല്ലേ? നീലിമ, അങ്ങനെ തന്നെയാണ്. ഒരു പൈലറ്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ATCയിലേക്ക് അവസാനം നൽകുന്ന സന്ദേശമായിരിക്കും മെയ്ഡേ സന്ദേശം. അങ്ങനെ മെയ്ഡേ സന്ദേശം ഒരു വിമാനത്തിൽ നിന്നും ലഭിച്ചാൽ പിന്നീട് ഈ ATC പ്രധാനമായും ആ മെയ്ഡേ കോൾ സന്ദേശം വന്ന വിമാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ കൂടുതൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മെയ്ഡേ കോൾ സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ തുടർന്ന് റേഡിയോ സന്ദേശം ഒന്നും തന്നെ ലഭിച്ചില്ല എന്നുള്ളതാണ് ATCയിൽ നിന്നും ലഭ്യമായ സൂചനകൾ. അതായത് മെയ്ഡേ സന്ദേശം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിമാനം തകർന്ന് പൂർണ്ണമായും അഗ്നിഗോളമാകുകയായിരുന്നു. തുടർന്ന് ഒരു സന്ദേശവും നൽകാൻ പൈലറ്റിനായില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു വിമാനത്തിൽ നിന്നും, അങ്ങനെ തകരുന്ന ഒരു വിമാനത്തിൽ നിന്നും അവസാനം വരുന്ന സന്ദേശമായിരിക്കും മെയ്ഡേ സന്ദേശം. അതിനു മുമ്പ് ഒരു പക്ഷേ ഈ പാൻ സന്ദേശം നൽകി കാണാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ അപകടം കാര്യമായ അപകടമല്ല എന്നുണ്ടെങ്കിൽ പാൻ കോൾ കൊടുക്കും. അതായത് പാൻ 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 എന്ന് 3 പ്രാവശ്യം ഇങ്ങനെ പാൻ കോൾ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറും ഇതിന്റെ ഭാഗമായുണ്ട്. അതിനുശേഷമാണ് മെയ്ഡേ സന്ദേശം ലഭിക്കുക. അങ്ങനെ പാൻ കോളും അതേപോലെ തന്നെ മെയ്ഡേ കോളും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ATC വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ വിമാനം പൂർണ്ണമായും അഗ്നിഗോളമായി മാറിയത്. 242 ആൾക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. വിജയ് രൂപാണി അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി നൽകുന്ന വിവരമനുസരിച്ച്, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 30 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് ഇത്തരത്തിൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യതയില്ല. പക്ഷേ 30 പേരുടെ മരണമാണ് ഈ ഘട്ടത്തിൽ അതീവ ദുഃഖത്തോടെ പറയേണ്ടി വരുന്ന ഒരു വസ്തുത. 30 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് വിവിധ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നന്ദഗോപൻ, നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു സംഖ്യയിലേക്ക്, അല്ലെങ്കിൽ 30 എന്നുള്ളൊരു സംഖ്യയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സംഖ്യയോ അല്ലെങ്കിൽ ഇത്ര പേർ മരണപ്പെട്ടോ എന്നുള്ള ഒരു ഔദ്യോഗിക വിവരങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് വരുന്ന കണക്കുകളൊക്കെ തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. നിലവിൽ ഈ ഒരു അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ആശുപത്രികളിൽ, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആശുപത്രികളിൽ നിൽക്കുന്നത് അടിയന്തര സാഹചര്യമാണ്. അവിടെ എത്തിച്ച ഏതാണ്ട് 30ഓളം പേർ മരിച്ചു എന്നുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ഔദ്യോഗികമായ യാതൊരുവിധ സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 30 ആയിരിക്കില്ല, ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും വളരെയധികം ഉയർന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. ഏതാണ്ട് 1,26,000 അധികം ലക്ഷം ലിറ്റർ ഫ്യൂവലാണ് ആ വിമാനത്തിൽ ഉണ്ടായിരിക്കുക. ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമാണ്. സ്വാഭാവികമായും നിർത്താതെ മണിക്കൂറുകൾ പറക്കേണ്ട വിമാനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അപകട വ്യാപ്തി എന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ
ഊഹിക്കാൻ അല്ലെങ്കിൽ അനുമാനിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഏതായാലും NDRFന്റെ ഏതാണ്ട് 240 അംഗ സംഘം നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഗുജറാത്ത് സർക്കാരിന്റെ ഫയർ സർവീസ് അടക്കമുള്ള മറ്റ് സർവീസുകളും ഒപ്പം തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫയർ സർവീസും ഇപ്പോൾ നിലവിൽ അടിയന്തര രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംമോഹൻ നായിഡുവുമായി സംസാരിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അപ്ഡേറ്റ്സ് അതാത് സമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യം മുഴുവൻ വലിയ ഒരു ജാഗ്രതയിൽ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. വലിയ അപകടം, വലിയ ദുരന്തമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ഉണ്ടായിരുന്ന അഹമ്മദാബാദിലെ മലയാളി സമാജത്തിന്റെ പ്രതിനിധിയൊക്കെ പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു തീഗോളമായി തന്നെ ഈ വിമാനം നിലംപതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് എത്തണമെങ്കിൽ എത്രയോ ഫ്യുവൽ നമുക്ക് ആവശ്യമാണ്. ആ ഫ്യുവൽ മുഴുവൻ നിറച്ചിട്ടുണ്ടാകും ആ വിമാനത്തിൽ. ടേക്ക് ഓഫ് ചെയ്തയുടൻ തീ ആളിപ്പടർന്ന് പൊട്ടിത്തെറിച്ച് താഴോട്ട് വീഴുന്ന ഒരു വിമാനം, അതിൻ്റെ അപകടം, അതിൻ്റെ ആഘാതം നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതീവ ദുഃഖകരമായ, അതീവ ജിജ്ഞാസ നിറഞ്ഞ, ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദഗോപൻ, നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നീലിമ സിവിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ താമസിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് ഈ വിമാനം തകർന്നു വീണത് എന്നുള്ളതാണ്. ഏതാണ്ട് ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും 10ലധികം കിലോമീറ്റർ വ്യത്യാസം ഈ മേഖലയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഏതാണ്ട് വിമാനം പറന്നുയർന്ന് 10 കിലോമീറ്ററോളം താണ്ടിയ ശേഷം ഏതാണ്ട് 625 അടിയിലാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടത്തിലുണ്ടായിരുന്ന ക്യാപ്റ്റനും അതേപോലെ തന്നെ ഇതിന്റെ കമാൻഡിംഗ് ഓഫീസറും രണ്ടുപേരും ഈ ഫസ്റ്റ് ഓഫീസറും കമാൻഡിംഗ് ഓഫീസറും വളരെ മണിക്കൂറുകൾ വിമാനം പറത്തി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ആയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. സ്വാഭാവികമായും തുടരുക. അഹമ്മദാബാദിലെ കേരള സമാജം പ്രസിഡന്റ് ഗിരീഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് അവിടെ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? എന്താണ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നൊരു 1 കിലോമീറ്റർ ദൂരത്ത് മാത്രമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ തന്നെയും പക്ഷേ ആക്ച്വലി സംഭവം നടന്ന സ്ഥലത്ത്, പ്ലെയിൻ വീണ സ്ഥലത്ത് അവിടെ അധികം ആൾക്കാർ താമസമുള്ള ഒരു സ്ഥലമല്ല. അവിടെ നേരത്തെ ഗവൺമെന്റ് ഓഫീസുകളായിരുന്നു. ആ ഓഫീസുകളെല്ലാം തന്നെ കാലപ്പഴക്കം കൊണ്ട് ആ ബിൽഡിങ്ങുകളെല്ലാം ഇടിച്ചു നിരപ്പാക്കി അവിടെ ഇപ്പോൾ ഒരു മൈതാനം മാതിരിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഭാഗത്തോട്ട് നമുക്ക് പോകാനൊന്നും പറ്റുന്നൊന്നുമില്ല, ഒന്നും വ്യക്തമായിട്ട് അറിയാനും പറ്റുന്നില്ല. പ്ലെയിനിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലില്. ആൾക്കാരെ അവിടോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാരെ. പക്ഷേ അവരുടെ സ്ഥിതി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വ്യക്തമായിട്ട് ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെയധികം നന്ദി ശ്രീ ഗിരീഷ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ദയവായി ഞങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗിരീഷാണ് ഇപ്പോൾ സംസാരിച്ചത്. നന്ദഗോപൻ തുടരാം. ഇപ്പോൾ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല, പക്ഷേ 30 മരണം എന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വിജയ് രൂപാണി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്നതിന് അങ്ങേയറ്റത്തെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ് ഉൾപ്പെടെ ഇപ്പോൾ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ 169 ഇന്ത്യക്കാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതാണ്ട് 2200ഓളം മണിക്കൂറുകൾ ഈ ബോയിങ്ങിന്റെ 787 വിമാനം പറത്തി എക്സ്പീരിയൻസിലുള്ള ആളാണ് ഇതിന്റെ കമാൻഡിംഗ് ഓഫീസർ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 1100ലധികം മണിക്കൂർ വിമാനം പറത്തി പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ അത്തരം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇതിന്റെ ഫസ്റ്റ് ഓഫീസർ, ഈ വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവിക
സ്വാഭാവികമായും ഈ വൈമാനികരുടെ ഭാഗത്തു നിന്നും ഭാഗപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ്. അതായത് ഇത്രമാത്രം മണിക്കൂറുകൾ 2100-ലധികം മണിക്കൂറുകൾ ബോയിങ്ങിന്റെ 787 ഈ ഡ്രീം ലൈനർ വിമാനം പറത്തി അത്ര പരിശീലനം ലഭിച്ച ഒരു പൈലറ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡിംഗ് ഓഫീസറാണ് അത് വിമാനത്തെ നയിച്ചത്. അങ്ങനെ അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ ഭാഗപ്പിഴകൾ ഏതെങ്കിലും തരത്തിലുണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് വേണം അനുമാനിക്കാൻ. മറിച്ച് വിമാനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ ആകണം ഈ വിമാന ദുരന്തത്തിന് വഴിവെച്ചത്. അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ പക്ഷികളടക്കമുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇതിനോടകം തന്നെ അന്വേഷണത്തിന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ട് കഴിഞ്ഞു. കേന്ദ്ര വ്യോമയാന മന്ത്രി ഇതിനോടകം അഹമ്മദാബാദിലേക്ക് തിരിച്ചു കഴിഞ്ഞു. പ്രത്യേക വിമാനത്തിൽ 169 ഇന്ത്യക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായും ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് പ്രത്യേക വിമാനത്തിൽ തിരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് കേന്ദ്രമന്ത്രി അമിത്ഷായും റാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രിയും ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചിരിക്കുന്നു. പക്ഷേ കൂടുതൽ കേന്ദ്രമന്ത്രിമാരുടെ ഒരു സാന്നിധ്യം ഇനി അഹമ്മദാബാദിൽ ഗുജറാത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും 30-ലധികം മരണങ്ങൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കാത്ത അത്തരം മരണങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ നേരത്തെ മലയാളി അസോസിയേഷന്റെ വ്യക്തികൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ പുറത്തുള്ളവർക്ക്, അതായത് ഈ വിമാനം വന്ന് പതിച്ച സ്ഥലത്തുണ്ടായിരുന്നവർക്ക് കാര്യമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് ഇടയില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഒരു കെട്ടിടത്തിലേക്കാണ് ഈ വിമാനം പതിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഏതാണ്ട് അത് താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഒരു മരത്തിൽ തട്ടിയാണ് ഇതൊരു വലിയ തീഗോളമായി മാറുന്നത്. അങ്ങനെ ഒരു തീഗോളമായി മാറിയാണ് ഇത് താഴേക്ക് പതിക്കുന്നത്. താഴേക്ക് പതിച്ചതിന് ശേഷമല്ല തീ പിടിച്ചത്. 11 കുട്ടികളും 2 നവജാത ശിശുക്കളും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് 52 ബ്രിട്ടീഷ് പൗരന്മാർ, 169 ഇന്ത്യക്കാർ, അതിൽ 11 കുട്ടികളും അതേപോലെ തന്നെ 2 നവജാത ശിശുക്കളും ഇതിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ 12 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 10 പേർ സ്വാഭാവികമായും ക്യാബിൻ ക്രൂ ആയിരിക്കും. സ്റ്റിവാർഡും എയർ ഹോസ്റ്റസും അടക്കമുള്ള ക്യാബിൻ ക്രൂവും ഒപ്പം തന്നെ ഒരു കമാൻഡിംഗ് ഓഫീസറും ഒരു ഫസ്റ്റ് ഓഫീസറും അടങ്ങുന്ന ഒരു പൈലറ്റിന്റെ ടീമുമായിരിക്കും ഈ വിമാനത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത്ര ദൂരത്തിൽ 787 പോലെ ഡ്രീം ലൈനർ പോലുള്ള ഇത്ര ദൂരയാത്രാ വിമാനത്തിൽ സാധാരണഗതിയിൽ പൈലറ്റിനും, അതായത് ഒരു ക്യാപ്റ്റനും ഒരു കമാൻഡർക്കും പുറമെ ഒരു നാവിഗേറ്ററും ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടും ഈ വിമാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവരുടെ സാന്നിധ്യവും, അതായത് ഈ ക്യാപ്റ്റനെയും ഫസ്റ്റ് ഓഫീസറെയും കൂടാതെ ഒരു ടെക്നിക്കൽ ഓഫീസറും ഒരു നാവിഗേറ്ററും എയർ നാവിഗേറ്ററും ഈ വിമാനത്തിൽ ഉണ്ടാകാനുള്ള ക്രൂവിന്റെ കൂട്ടിലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും 169 ഭാരതീയർ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 52 ബ്രിട്ടീഷ് പൗരന്മാരും അതിൽ ഒപ്പം തന്നെ 11 കുട്ടികളും അതിൽ 2 നവജാത ശിശുക്കളും ഉൾപ്പെടുന്ന ആൾക്കാർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ഇപ്പോഴും അത് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ചില യാത്രക്കാരൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും കാര്യമായ രീതിയിലുള്ള NDRFന്റെ ഈ ഘട്ടത്തിൽ വരുന്ന ഒരു വിവരം, N. ചന്ദ്രശേഖരൻ എയർ ഇന്ത്യ ചെയർമാന്റെ കണ്ടോളൻസ് മെസ്സേജ് വന്നിരിക്കുകയാണ്. ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിൽ എത്രയാണ് മരണമെന്നോ എന്താണ് സംഭവിച്ചതെന്നോ എന്നുള്ള വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു കണ്ടോളൻസ് മെസ്സേജ് N. ചന്ദ്രശേഖരൻ ചെയർമാൻ എയർ ഇന്ത്യ എന്ന പേരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ടാറ്റ ഗ്രൂപ്പിൻ്റെതായി. നീലിമ, നമുക്കിപ്പോൾ ഇത്തരം, അതായത് അഭ്യൂഹങ്ങൾ മാത്രം എടുത്ത് ചർച്ച നടത്താൻ മാത്രമേ നമുക്ക് കഴിയൂ. യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം DGC ഇതിനോടകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ നടക്കാനുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരമുള്ള അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ നമുക്ക് ഇതിൽ നിന്നും എന്താണ് കൂടുതൽ കാര്യങ്ങൾ, ഈ അപകടത്തിന് കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാകാൻ കഴിയൂ. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നീട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ വിമാനത്തിന്റെ റഡർ എന്ന് പറയുന്ന അതായത് വിമാനത്തിന്റെ ടെയിൽ പോർഷനിൽ
വിമാനത്തിന്റെ ഏറ്റവും പുറകിലായി റഡർ എന്ന് പറയുന്ന മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ ഭാഗത്താണ് ഈ ബ്ലാക്ക് ബോക്സ് ഘടിപ്പിക്കാറ്. അതായത് സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ വലിയ സ്ഫോടനങ്ങളാണെങ്കിലും വിമാനങ്ങൾ തകർന്നാൽ പോലും ഈ ബ്ലാക്ക് ബോക്സിന് ഒരു തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാകാനിടയില്ല. ആ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകും എന്താണ് കോക്പിറ്റിൽ നടന്ന പൈലറ്റുമാർ തമ്മിൽ നടത്തിയ ഡിസ്കഷൻ, അതേപോലെ തന്നെ ATCയുമായി നടത്തിയ സംഭാഷണങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ആ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകും. അതായത് ഈ കോക്പിറ്റിൽ നടക്കുന്ന മുഴുവൻ സംഭാഷണങ്ങളും ആ ബ്ലാക്ക് ബോക്സിൽ ഇതിൽ റെക്കോർഡഡ് ആണ്. ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പെട്ടെന്ന് സ്വാഭാവികമായും അത് കമാൻഡർ ആണെങ്കിൽ ഫസ്റ്റ് ഓഫീസറുമായും അത് ചർച്ച ചെയ്യും. ഫസ്റ്റ് ഓഫീസറിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് സ്വാഭാവികമായും അത് ക്യാപ്റ്റനുമായി ഡിസ്കസ് ചെയ്യും. അത്തരം ഡിസ്കഷനുകളും അല്ലെങ്കിൽ കോക്പിറ്റിൽ നടക്കുന്ന മറ്റ് സംഭാഷണ ശകലങ്ങളെല്ലാം തന്നെ ഈ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സുനിത് സബർവാൾ എന്നുള്ള ആളാണ്. അയാൾ ഏതാണ്ട് 2200ഓളം മണിക്കൂറുകൾ ഇത് വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതേപോലെ തന്നെ ക്ലൈവ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഫസ്റ്റ് ഓഫീസറായിട്ട് എത്തിയിരിക്കുന്നത്. അയാൾക്കും ഏതാണ്ട് 1100 മണിക്കൂറിലധികം ബോയിങ്ങിന്റെ 787 ഡ്രീം ലൈനർ ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ്. അങ്ങനെ രണ്ട് വൈമാനികരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നും ഒരു ഇറർ അല്ലെങ്കിൽ ഒരു ഭാഗപ്പിഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ല. അതേസമയം മനുഷ്യനാണ്, ഹ്യൂമൻ ഇറർ സ്വാഭാവികമാണ്. ഇത്തരം അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹ്യൂമൻ ഇറർ എന്നുള്ളത് അതൊരു സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഇറർ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതേസമയം തന്നെ ഈ പക്ഷികൾ ഇടിക്കാനുള്ള സാധ്യതകൾ, ഒപ്പം തന്നെ വിമാനത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള യന്ത്ര തകരാറുണ്ടാകാനുള്ള സാധ്യതകൾ, അതിനപ്പുറത്തേക്ക് മറ്റ് വിമാനത്തിന്റെ ഇൻസ്ട്രുമെന്റ്സുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തുടരുക. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. 3 मिनट्स में पुलिस, बाकी सभी बॉडियां, सिविल एडमिनिस्ट्रेशन, कॉर्पोरेशन वगैरह सभी लोग आ गए थे. फायर फाइटर वगैरह स्थल पे हाजिर है. लोगों को बचाने की और रेस्क्यू करने की कार्रवाई जारी है. ऑलमोस्ट 70 से 80% एरिया हमने क्लीन कर लिया. बाकी आने समय में हम लोग क्लियर कर लेंगे. मैं सभी मीडिया के मित्रों से रिक्वेस्ट करता हूं, सभी हमसे सहयोग करें. जितनी पुलिस, उसके अलावा जितनी भी एजेंसी, आर्मी, BSF, CISF, कॉर्पोरेशन, कलेक्टर ऑफिस के सभी स्टाफ, सभी यहाँ काम में लगे हुए हैं. प्लीज़ हमसे सहयोग करिए और थोड़ी सी हमारे लिए जगह बना के रखिए ताकि हम एम्बुलेंस को ग्रीन कॉरिडोर बना के हॉस्पिटल तक पहुंचा सके. थैंक यू. അവിടെ ദുരിതാശ്വാസത്തിന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നന്ദഗോപൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നന്ദഗോപൻ, വളരെ കൃത്യമായ DGCAയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം അനുഭവ സമ്പത്തുള്ള പൈലറ്റാണ് ഉണ്ടായിരുന്നത്. നന്ദൻ സൂചിപ്പിച്ചതുപോലെ വലിയ അനുഭവ സമ്പത്തുള്ള പൈലറ്റ്, ക്രൂ മെമ്പേഴ്സ്, മാത്രവുമല്ല ഇത്തരത്തിൽ വലിയൊരു ദീർഘയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് വളരെ കൃത്യമായ പരിശോധനകൾ നടക്കും. വിമാനത്തിന് യാതൊരുവിധ കേടുപാടും ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് ഉണ്ടാവുകയാണോ എന്നുള്ള തരത്തിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. DGCAയുടെ കൺഫർമേഷൻ അനുസരിച്ച് ഒരു മെയ് ഡേ കോൾ വരികയാണ്. വന്ന് മിനിറ്റുകൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട്, വിമാനവുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ATCക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നീലിമ, ചില സൂചനകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു മലയാളിയും ഈ വിമാന ദുരന്തത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഗോപകുമാരൻ നായർ എന്നുള്ളൊരു പേരാണ് നമുക്കിപ്പോൾ. അത്തരം സൂചനകളാണ് ലഭ്യമാകുന്നത്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്, ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഒരു മലയാളി കൂടി ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മലയാളി ഇയാളുടെ സ്വദേശം എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ടും വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗോപകുമാരൻ നായർ എന്നുള്ള ഒരു പേര് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും ഇതിനോടകം തന്നെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് 169 ഇന്ത്യക്കാരുണ്ട്. അതിൽ ഇത്തരം ദൂരത്തേക്ക് പറക്കുന്ന ഒരു ഫ്ലൈറ്റാണ്. ലണ്ടനിലേക്കാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. സ്വാഭാവികമായും ഭാരതത്തിൽ നിന്നും ലണ്ടനിലേക്ക് വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവരും മറ്റ് ഇതര സംസ്ഥാനത്തുള്ളവരൊക്കെ തന്നെ ഈ അഹമ്മദാബാദിലെത്തി ഈ വിമാനത്തിൽ കയറുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് വിവിധ സംസ്ഥാനത്തിൽപ്പെട്ട
മരണപ്പെട്ടവർ വിവിധ സംസ്ഥാനക്കാർ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്തത്തിന് ഇരകളായി എന്ന് വേണം മനസ്സിലാക്കാൻ ഇരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അടക്കം ഈ വിമാനത്തിലുണ്ടായിരുന്നു. വിജയ് രൂപാണി അടക്കം ഉണ്ട് ഈ വിമാനത്തിലുണ്ട്. വിജയ് രൂപാണിക്ക് ഗുരുതര പരിക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ ഇപ്പോഴും വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. 90-അംഗ NDRF ടീം ഇതിനോടകം തന്നെ അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ രക്ഷാപ്രവർത്തനത്തിന് അവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഇത് കൂടാതെ കൂടുതൽ NDRF സംഘത്തെ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം അവിടേക്ക് അഹമ്മദാബാദിലേക്ക് പ്രത്യേക വിമാനത്തിൽ തിരിച്ചു കഴിഞ്ഞു. റാം മോഹൻ നായിഡു കേന്ദ്ര വ്യോമയാന മന്ത്രിയും അവിടേക്ക് ഉടൻ അഹമ്മദാബാദിൽ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 110-ലധികം മരണങ്ങൾ ഉണ്ടായി എന്നുള്ള സൂചനകളും മറ്റുമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഒരു വലിയ രീതിയിലുള്ള ഒരു സംഖ്യ ഉണ്ടാകാൻ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 100-ലധികം മരണങ്ങൾ 110-ലധികം മരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും അത് തന്നെയാണ്. വിമാന ദുരന്തത്തിൽ 110 മരണം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് പക്ഷേ ഔദ്യോഗികമല്ല എന്നത് ഓർക്കേണ്ടതാണ്. 110 മരണം എന്ന് പറയുമ്പോൾ രാജ്യം അതീവ ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുകയാണ്. വലിയ ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്ന നിമിഷങ്ങൾ. എങ്ങനെയാണ് ഇത് പറയേണ്ടി വരുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. വിജയ് രൂപാണിയുടെ പരിക്ക് ഗുരുതരമായ അദ്ദേഹത്തിന് പൊള്ളലേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു മലയാളിയുടെ വിവരം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നന്ദഗോപൻ, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 110 പേർ ഈ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടുവെന്ന ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അതെ, ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണമല്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ആശുപത്രികളിൽ നിന്നുമൊക്കെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 110-ലധികം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ മുമ്പും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ അത്തരമൊരു വിമാന അപകട ചരിത്രം മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ചരിത്രങ്ങളിലേക്ക് കൂടി ഒരുപക്ഷെ സമീപ ഭാവിയിൽ രാജ്യത്തുണ്ടായ വിമാന അപകടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അപകടമാകാം ഇത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് മംഗലാപുരത്ത് ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായ ഒരു ഏവിയേഷൻ സെക്ടറിൽ ഉണ്ടായ ഒരു വലിയ അപകടം എന്ന് വേണം വിലയിരുത്താൻ. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു അപകടമാണ് ഇത്. മുമ്പ് പലതവണ ഇത്തരം ഈ രാജ്യത്ത് പലതവണ അപകടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സമീപ ഭാവിയിൽ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് അല്ലെങ്കിൽ അപകടമാണ് ഇതെന്ന് വേണം. ഒരു ഏവിയേഷൻ സെക്ടറിൽ ഉണ്ടായ അപകടമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. കരിപ്പൂരിലായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്നത്. 2019 അന്ന് അപകടമുണ്ടായി. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ് അടക്കം 2019 വലിയ അപകടങ്ങൾ അരുണാചൽ പ്രദേശിലടക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാജ്യത്ത് പല വിമാന അപകടങ്ങളുണ്ട്. എന്നാൽ സമീപ ഭാവിയിൽ ഉണ്ടായ അപകടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 110-ലധികം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ 2020 കോഴിക്കോട് വലിയ അപകടമുണ്ടായി. അന്ന് നിരവധി പേർക്ക് ഏതാണ്ട് 18 പേർ മരിക്കുകയും ഏതാണ്ട് 172 പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത കരിപ്പൂർ അപകടം, അത് ബോയിങ്ങിന്റെ 737 എയർ ഇന്ത്യയുടെ വിമാനം തന്നെയായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ അതിനുശേഷം ഉണ്ടായ ഒരു വലിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ 2016 ഏതാണ്ട് 29 പേരുടെ മരണത്തിനിടയാക്കിയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു എയർക്രാഫ്റ്റ് ബേ ഓഫ് ബംഗാളിന് സമീപം, ബംഗാൾ ഉൾക്കടലിന് സമീപം തകർന്ന് ഏതാണ്ട് 29 പേർ മരിച്ചിരുന്നു. അങ്ങനെ ഈ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഏവിയേഷൻ സെക്ടറിൽ ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ സമീപ ഭാവിയിലുണ്ടായ ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ സമീപം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്തേണ്ടിയിരിക്കുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രകാരം 110-ലധികം ആൾക്കാർ മരിച്ചു, നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം അത് വളരെ കൂടുതലാണ്. വലിയ രീതിയിൽ ആൾക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഏതാണ്ട് 100,000-ലധികം ലിറ്റർ ഫ്യൂവലാണ് കത്തി നശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ളത് വളരെ വലുതാണ്. ഏവിയേഷൻ ഫ്യൂവലിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ പെട്രോളും ഡീസലും അല്ലെങ്കിൽ കെറോസിനും പോലെയല്ല ഏവിയേഷൻ ഫ്യൂവൽ. അത് വളരെ പെട്ടെന്ന് പടരുന്ന ഫ്യൂവലാണ് ഏവിയേഷൻ ഫ്യൂവൽ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അപകടം വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ ഏവിയേഷൻ ഫ്യൂവൽ കത്തി നശിക്കുമ്പോൾ, ATF കത്തി നശിക്കുമ്പോൾ അല്ലെങ്കിൽ ATF കത്തുമ്പോൾ അത് മറ്റ് ഇന്ധനങ്ങൾ കത്തുന്ന രീതിയിലല്ലാതെ
വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയോടുകൂടി പെട്ടെന്ന് വ്യാപിക്കുന്ന പടർന്നു പിടിക്കുന്ന രീതിയിലുള്ള വലിയ ആഘാതമാകും ഉണ്ടാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലൊരു ആഘാതം തന്നെയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 110-ലധികം മരണങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 230 യാത്രക്കാരും 12 ജീവനക്കാരും അടക്കം 242 പേർ സഞ്ചരിച്ചിരുന്നതിൽ ഏതാണ്ട് 110-ലധികം ആൾക്കാർ മരണപ്പെട്ടു. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണവും അനവധിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റവരെ ഗുജറാത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും വേണ്ട നടപടിക്രമങ്ങൾ, അതായത് കൂടുതൽ കാഷ്വാലിറ്റീസ്, കൂടുതൽ പരിക്കുകളേറ്റവരുടെ എണ്ണം കൂടുതലാകും. അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ ആശുപത്രികളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതനുസരിച്ച് അഹമ്മദാബാദിലെ പരിസര പ്രദേശങ്ങളെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും വലിയ രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കി. ലീവിന് പോയവരടക്കം തിരിച്ചു വിളിച്ച് അവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഗുജറാത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നടപടികളെല്ലാം തന്നെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഏതായാലും ടേക്ക് ഓഫിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. എന്താണ് അപകട കാരണം എന്നുള്ളത് ഇനി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമായിരിക്കുന്നത്. വിജയ് രൂപാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിമാനത്തിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വീണ്ടും വേറെ ഏതെങ്കിലും വിഐപികൾ ഉണ്ടായിരുന്നു എന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും വിജയ് രൂപാണി ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ എന്താണ് വിജയ് രൂപാണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാകുന്നില്ല. അതേസമയം ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് വലിയ പൊള്ളലേക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം പൊള്ളലേൽക്കുക മാത്രമല്ല, വിമാനം പെട്ടെന്നാണ് താഴേക്ക് പതിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള സാധാരണ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയ വിമാനം അത് ആകാശ ചുഴിയിൽപ്പെട്ട് ഉണ്ടായ അപകടം, അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലും വലിയ രീതിയിൽ പെട്ടെന്നായിരുന്നു വിമാനം താഴേക്ക് പതിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം. അതിനു പുറമെയാണ് വിമാനം കത്തി നശിച്ചപ്പോഴുണ്ടായ അപകടം എന്നുള്ളത്. അങ്ങനെ അപകടത്തിന്റെ വ്യാപ്തി വളരെ ഇരട്ടിയാണ്. വലിയ ദുരന്തമാണ് സമീപകാലത്തുണ്ടായ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് ഇപ്പോൾ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഈ ദുരന്തമുണ്ടായത് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:38 ശേഷമാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിലെ ടെർമിനൽ 2 നിന്നും ഏതാണ്ട് 230 യാത്രക്കാരുമായി റൺവേ 23 പറന്ന് ഉയർന്ന വിമാനം ഏതാണ്ട് 625 അടിയിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി താഴേക്ക് വളരെ പെട്ടെന്ന് വീഴുകയായിരുന്നു. അങ്ങനെ വീഴുന്നതിന് മുമ്പ് വിമാനത്തിൽ നിന്നും പൈലറ്റുമാർ ATC സന്ദേശമായി അയച്ചത് മേഡേ കോളാണ്. മേഡേ 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 എന്ന് 3 തവണ ATCയിലേക്ക് സന്ദേശം അയച്ചു. സാധാരണ ഇത്തരത്തിൽ മേഡേ കോൾ പോകുമ്പോൾ പിന്നീട് തുടർന്ന് അതൊരു ദുരന്തത്തിന്റെ വിളികളാണ് എത്തുന്നത് എന്നുള്ളതാണ് ATC അതിനെ സ്വാഭാവികമായും കണക്കാക്കുക. തുടർന്ന് ആ ദുരന്തത്തെ നേരിടുവാനുള്ള നടപടികളിലേക്കാകും ATC കിടക്കുക. എന്നാൽ ഇവിടെ മേഡേ കോൾ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ വിമാനം തുടർന്നുള്ള കമ്മ്യൂണിക്കേഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ATCയിൽ നിന്നും ലഭ്യമായത്. പെട്ടെന്ന് തന്നെ വിമാനം താഴേക്ക് പതിച്ച് തീഗോളമായി മാറുന്നത്. അത് ATC സ്വാഭാവികമായും എയർപോർട്ടിന്റെ പരിസരത്തെ വലിയൊരു ഉയർന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് ATC പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ എയർപോർട്ടിന് സമീപമുള്ള വിമാനങ്ങളും ഈ വിമാനങ്ങൾ ലാൻഡിങ്ങിന് അപ്രോച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന വിമാനങ്ങളൊക്കെ ATCയിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ATCയിൽ നിന്നും അവർ കണ്ടിരുന്നു ഈ വിമാനം ഇങ്ങനെ ഇത്തരത്തിൽ തകർന്ന് പെട്ടെന്ന് താഴേക്ക് വീഴുന്നത് ATCയിലെ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു. ഇതനുസരിച്ച് ആദ്യം അടിയന്തരമായി അവിടെ സ്ഥലത്തെത്തിയത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ വിമാനത്താവളത്തിലെ ഈ അഗ്നിരക്ഷാ യൂണിറ്റാണ്. അവർ ആദ്യം പ്രാഥമികമായി തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നീട് ഗുജറാത്തിന്റെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ആ തീ പൂർണ്ണമായും ഏതാണ്ട് കിടത്തിയത്. അതേസമയം ഇപ്പോഴും ഈ പരിക്കേറ്റവർ അവർ പല ഭാഗത്തായി ഇങ്ങനെ കിടക്കുന്നു. രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു. 90 NDRF ടീം ഇതിനോടകം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല ഈ ദുരന്തത്തിന്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കുന്നത് ഇതൊരു ജനവാസ മേഖലയിലേക്കാണ് ഈ വിമാനം വന്ന് പതിച്ചത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ വിമാനം അടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ തുറസായ സ്ഥലങ്ങളിലേക്കോ അങ്ങനെയൊരു ദുരന്തം കൂടി ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഫ്ളാറ്റ് സമുച്ചയത്തിലേക്കാണ് ഈ യാത്രാ വിമാനം തകർന്നു വീഴുന്നത്. പല ഫ്ളാറ്റുകൾക്കും കേടുപാടുണ്ടായി, പല വാഹനങ്ങളും നശിച്ചുപോയി. സ്വാഭാവികമായും ഇതിനിടയിൽപ്പെട്ട് ആളുകൾക്കും അപകടങ്ങൾ ഉണ്ടായി കാണുമല്ലോ. അതുകൂടി ഈ ദുരന്തത്തിന്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്ദൻ.
അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ ഒരു വിമാനം മുകളിൽ ആകാശത്ത് വെച്ച് അപകടത്തിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഞ്ചിൻ ഫെയിലിയറായി നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുകയോ ചെയ്താൽ ആദ്യം പ്രാഥമിക പരിഗണന സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അപകടം ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്കാകും അതിലെ പൈലറ്റുമാർ ആദ്യം ലക്ഷ്യം വെക്കുക. സ്വാഭാവികമായും ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തിരുന്ന പൈലറ്റുമാരും അത്തരം നടപടികളിലേക്ക് നീങ്ങിയിരിക്കും. എന്നാൽ വിമാനം 625 അടി മാത്രമായിരുന്നു ഉയരത്തിലുണ്ടായിരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായാൽ കൂടിയും ആ വിമാനം കൂടുതൽ ഗ്ലൈഡ് ചെയ്ത് അതിന് കൂടുതൽ മുന്നിലേക്ക് പോകാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷമോ കിട്ടിയിരുന്നില്ല. പെട്ടെന്ന് തന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എങ്ങും തന്നെ നീക്കുവാൻ അല്ലെങ്കിൽ അവിടേക്ക് പറന്ന് മാറ്റുവാൻ വേണ്ടി ഈ പൈലറ്റുമാർക്ക് സാധിച്ചിരുന്നില്ല. കൂടുതൽ ഉയരത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ എഞ്ചിൻ ഫെയിലിയറോ ഏതെങ്കിലും തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം പ്രാഥമിക പരിഗണന ഈ പരിസരവാസികൾക്ക് അല്ലെങ്കിൽ ഈ വിമാനം താഴെ പതിച്ചാൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ കുറയ്ക്കുകയാണ്. അതിന് ആദ്യം ചെയ്യുക ഏതെങ്കിലും തുറസായ ഗ്രൗണ്ടിലേക്കോ പാടത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിലേക്കോ പുഴയിലേക്കോ മറ്റോ വിമാനം കൂടുതൽ അവിടേക്ക് നയിക്കുക എന്നുള്ളതായിരിക്കും പൈലറ്റുമാർ സാധാരണഗതിയിൽ ചെയ്യുക. എന്നാൽ ഇത്തരത്തിൽ അങ്ങനെ പോകാൻ വേണ്ടിയുള്ള സമയമോ സന്ദർഭമോ അവസരമോ ഉണ്ടായില്ല. ഏതാണ്ട് 625 അടിയിൽ തന്നെ ഈ വിമാനം നിലത്തേക്ക് പതിക്കുകയായിരുന്നു. നിലത്തേക്ക് പതിക്കുന്നതിനിടയിൽ ആ വിമാനത്തിന്റെ ഇരു ചിറകുകൾക്കുള്ളിലാണ് അതിന്റെ ഫ്യൂവൽ ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ നിറയ്ക്കുക. അങ്ങനെ ഇരു ചിറകിലായി ഏതാണ്ട് 126,000-ലധികം ലിറ്റർ ഫ്യൂവൽ ഇതിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. അങ്ങനെ അത്ര അധികം ഇന്ധനം ATF കത്തി പൂർണ്ണമായും പെട്ടെന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തീഗോളം ആയി വിമാനം മാറുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു തരത്തിലും അവിടെ വിമാനത്തിൽ ഉണ്ടാകുന്നവർ രക്ഷപ്പെടാൻ പല തരത്തിലുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണാം. എന്നാൽ അത് എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് വരും മണിക്കൂറുകളിലാണ് അറിയാൻ കഴിയുന്നത്. വിമാനത്തിൽ 7 പോർച്ചുഗീസ് പൗരന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് 169 ഇന്ത്യക്കാർ, 52 ബ്രിട്ടീഷുകാർ, 7 പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 11 കുട്ടികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 നവജാത ശിശുക്കളും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. 110-ലധികം പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിൽ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കമുള്ളവർ വിജയ് രൂപാണിക്ക് ഗുരുതര പരിക്കുകളേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ മരിച്ചവരിൽ വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു. ഒരു മലയാളി ഉണ്ട് എന്നുള്ള ചില സൂചനകളും മറ്റും ലഭിച്ചിരുന്നു. എയർ ഇന്ത്യ ഇതിനോടകം തന്നെ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്ത് അതേപോലെ തന്നെ എയർ ഇന്ത്യ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പും ഇതിനോടകം തന്നെ രംഗത്ത് വെച്ചിട്ടുണ്ട്. അതേസമയം എന്താണ് അപകടത്തിന് കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. DGCAയും എയർ ഇന്ത്യയും 2 പേരും ഇതിൽ കൃത്യമായി തന്നെ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടിയിരിക്കുന്നു. ഈ വിമാന കമ്പനി ആണെങ്കിലും DGCA ആണെങ്കിലും അവരുടെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമായിരിക്കും എന്താണ് ഇതിന്റെ കാര്യം എന്നുള്ളത് വ്യക്തമാകൂ. വിമാനം ഇടിച്ച് വിമാനത്തിന്റെ ചിറകിലിടിച്ച് ഒരു മരം പൂർണ്ണമായും ഒടിഞ്ഞ് വീഴുന്ന അവസ്ഥയുണ്ടായി. വലിയ ഒരു മരം ഒടിഞ്ഞു വീണു. അതേപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റി എന്നുള്ളതാണ്. അവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഈ കെട്ടിടം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നതടക്കം ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഏതായാലും വലിയ ദുരന്തം സമീപകാലത്തുണ്ടായ ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഈ വിമാനത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മേഖലകളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ പതിച്ചിട്ടുണ്ട്. ഈ വിമാനത്തിന്റെ എഞ്ചിന്റെ പല ഭാഗങ്ങളിലും അതേപോലെ തന്നെ ടെയിൽ അസംബ്ലിയുടെ വിമാനത്തിന്റെ ചിറകുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളുമൊക്കെ ഈ പരിസര പ്രദേശത്തെ ഒരുപക്ഷെ ഈ സ്ഫോടനത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പേ ഈ മരത്തിലിടിച്ചപ്പോഴൊക്കെ ഉണ്ടായതാകാം ഇതിന്റെ പല ഭാഗങ്ങൾ പല മേഖലകളിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. പല കെട്ടിടങ്ങളിലെയും മുകളിൽ എയർ ഇന്ത്യയുടെ ഈ വിമാനത്തിന്റെ ചിറകിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കെട്ടിടത്തിലുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്തിലുള്ളവർക്ക് മരണം.
ഗുരുതര പരിക്ക് എന്നിവയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 110-ലധികം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ അവിടെ യാത്രക്കാരുടെ എണ്ണം 242 ആണ്. അല്ലെങ്കിൽ മുഴുവൻ ആ വിമാനത്തിലുണ്ടായിരുന്നത് മുഴുവൻ 242 പേർ മാത്രമായിരുന്നു. അതിൽ 230 പേരായിരുന്നു യാത്രക്കാർ. 12 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പൈലറ്റുമാരും സ്വാഭാവികമായി എയർ ഹോസ്റ്റസും സ്റ്റുവാർഡ്സും അടങ്ങുന്ന ക്യാബിൻ ക്രൂ ഉൾപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ 242 പേർ ഈ വിമാനത്തിലുണ്ടായിരുന്നു. എത്ര പേർ ഇനി അവശേഷിക്കുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. അത്രമാത്രം വലിയ ദുരന്തമാണ് ഈ അഹമ്മദാബാദിന്റെ ആകാശത്ത് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:38 ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 40 മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദൻ സൂചിപ്പിച്ചതുപോലെ നല്ല അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാരാണ് ഈ വിമാനത്തെ നിയന്ത്രിച്ചിരുന്നത്. ക്യാപ്റ്റൻ സുമിത് സഭർവാൾ 8200 ഫ്ലൈയിങ് അവേഴ്സ് സ്വന്തമായുണ്ട്. അതുപോലെ കോ പൈലറ്റ് ക്ലീവ് കുണ്ടാർ വിത്ത് 1100 അവേഴ്സ് ഫ്ലൈയിങ് അവേഴ്സ്. അപ്പോൾ വലിയ അനുഭവ സമ്പത്തുള്ള അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ തന്നെയാണ് വിമാനത്തെ നിയന്ത്രിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. അങ്ങേയറ്റം നടുക്കത്തിലൂടെ ഞെട്ടലിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 40 മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാവുന്നൊരു സ്ഥിതിയുണ്ട്. സിവിൽ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അനൗദ്യോഗികമായുള്ള വിവരങ്ങൾ അനുസരിച്ച് 110 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗൗതം അദാനിയുടെ ഒരു ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ എയർ ഇന്ത്യ ചെയർമാൻ്റെ ട്വീറ്റ് പുറത്തു വന്നു. വലിയ ദുരന്തത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവരുടെ എല്ലാം ട്വീറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തം, ആകാശ ദുരന്തമാകും അഹമ്മദാബാദിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകുക. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിലേക്ക് प्रीलिमिनरी हमें पता चला कि 223 जितने पैसेंजर थे यहाँ पे जिस बिल्डिंग के ऊपर गिरी है वो डॉक्टर्स का हॉस्टल है. इंसिडेंट बनने के विदिन 2-3 मिनट्स में पुलिस, बाकी सभी बॉडियाँ, सिविल एडमिनिस्ट्रेशन, कॉर्पोरेशन वगैरह सभी लोग आ गए थे. फायर फाइटर वगैरह स्थल पे हाजिर है. लोगों को बचाने की और रेस्क्यू करने की कार्रवाई जारी है. ऑलमोस्ट 70 से 80% एरिया हमने क्लीन कर लिया. बाकी आने समय में हम लोग क्लियर कर लेंगे. मैं सभी मीडिया के मित्रों से रिक्वेस्ट करता हूँ, सभी हमसे सहयोग करें. जितनी पुलिस और उसके अलावा जितनी भी एजेंसी, आर्मी, BSF, CISF, कॉर्पोरेशन, कलेक्टर ऑफिस के सभी स्टाफ सभी यहाँ काम में लगे हुए हैं. प्लीज़ हमसे सहयोग करिए और थोड़ी सी हमारे लिए जगह बना के रखिए ताकि हम एम्बुलेंस को ग्रीन कॉरिडोर बना के हॉस्पिटल तक पहुँचा सकें. थैंक यू. അവിടെ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് വിവിധ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നന്ദഗോപൻ, 110 മരണം ആണ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ അത് ഔദ്യോഗികമല്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു എന്നിവർ ഡൽഹിയിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലേക്ക് വരികയാണ്. രാജ്യം വലിയൊരു ദുരന്തത്തിൻ്റെ നിമിഷങ്ങളിലൂടെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 52 ബ്രിട്ടീഷ് പൗരന്മാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിവരങ്ങൾ. അവരുടെ അവസ്ഥ എന്താണെന്നറിയില്ല. 110 പേർ മരിച്ചിരിക്കുന്നുവെന്ന വിവരങ്ങൾ അനൗദ്യോഗികമായി തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ നടുക്കത്തിലേക്ക് ആ രാജ്യം ഇങ്ങനെ പോവുകയാണ്. വലിയ ദുരന്ത വാർത്തയാണ് അഹമ്മദാബാദിൽ നിന്നും വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി. നന്ദൻ, തുടരാം. നീലിമ, ഇപ്പോൾ ഏതാണ്ട് 104 പുരുഷന്മാരും 112 വനിതകളും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും 40 മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 40 മൃതദേഹങ്ങൾ അത് പ്രദേശവാസികളുടെ ആണോ അതോ വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ ആണോ എന്നുള്ളത് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. ഏതായാലും അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയാണ്. 625 അടിയിൽ വെച്ചിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ റഡാർ രേഖകളും മറ്റും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഈ സമീപ ഭാവിയിലുണ്ടായ വലിയ ദുരന്തമാണ്. വലിയ
ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ദുരന്തം മാത്രമല്ല, രാജ്യം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രക്ഷാപ്രവർത്തനം കൂടി അവിടെ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ 90 അംഗ NDRF ടീം അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. 104 അതെ, നേരത്തെ സ്ഥിരീകരിച്ച നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നു 104 പുരുഷന്മാരും 112 വനിതകളും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. 13 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 11 കുട്ടികളും 2 നവജാത ശിശുക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 52 ബ്രിട്ടീഷ് പൗരന്മാരും 169 ഭാരതീയരും ഉണ്ടായിരുന്നു. 7 പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. ഒരു കനേഡിയൻ പൗരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നമ്മൾ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം 2 മലയാളികൾ ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സ്ഥിരീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്തരം ഔദ്യോഗികമല്ലാത്ത വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് എത്ര പേർ മരണപ്പെട്ടു, എന്താണ് അപകടത്തിന് കാരണം എന്നതടക്കം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൃശ്യങ്ങൾ പലതും പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകാൻ കഴിയുന്നത് വിമാനത്തിന്റെ പല ഭാഗങ്ങൾ, വിമാനത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ടയർ തന്നെ ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ പതിച്ച ആ രീതിയിലുള്ള ദൃശ്യങ്ങളടക്കമാണ് എത്തുന്നത്. അതായത് ഈ വിമാനം കെട്ടിടത്തിലും ഇടിച്ചിരുന്നു. ആ മരത്തിൽ മാത്രമല്ല, കെട്ടിടത്തിൽ കൂടി ഇടിച്ചതിന് ശേഷമാണ് മറ്റൊരു കെട്ടിടത്തിന് പുറത്തേക്ക് പതിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ മറ്റും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. വലിയ ഭയാനകമാകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൺട്രോൾ റൂം സംസ്ഥാന സർക്കാരും എയർ ഇന്ത്യയും പ്രത്യേകമായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന് മുകളിലേക്കാണ് ഇത്, മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മെസ്സിന് മുകളിലാണ് ഇത് വീണത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഹോസ്റ്റലുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികളായിരിക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും കാര്യമായി പരിക്കേറ്റുണ്ടാകാം. ഏതായാലും വിമാനത്തിൽ 2 മലയാളികളുണ്ട് എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു എന്നിവർ ഇതിനോടകം അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ പ്രത്യേക വിമാനത്തിൽ അവിടെ എത്തും. ഹോട്ട്ലൈൻ നമ്പറുകൾ രൂപീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ കാര്യമായി തന്നെ നടക്കുന്നു. ആശുപത്രികളിലേക്ക് ആംബുലൻസുകളിൽ ഇപ്പോഴും വലിയ രീതിയിൽ ഇവിടെ പരിക്ക് പറ്റിയവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിക്ക് പറ്റിയവരുടെ ഒക്കെ തന്നെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഗുരുതരമായി തന്നെ പരിക്കേറ്റു, പൊള്ളലേറ്റു എന്നുള്ളതാണ്. സ്വാഭാവികമായും വിമാനത്തിൽ ഇത്രമാത്രം അധികം ഫ്യൂവൽ ഇന്ധനം ഉണ്ടാകുമ്പോൾ അത് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 1,26,903 ലിറ്റർ ഇന്ധനം ആ വിമാനത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും അത്രമാത്രം വലിയൊരു ദുരന്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റ് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ കെറോസിൻ മണ്ണെണ്ണയോ പോലെ കത്തുന്നത് പോലെയല്ല ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ കത്തുക. അത് പെട്ടെന്ന് ആളിപ്പിടിക്കുന്ന ഒരു ഇന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം ഈ ദുരന്തം ഇതിനോടകം രാജ്യമാകെ തന്നെ അനുശോചിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനോടകം ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെയുമായ ഓഫീസുമായും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അംഗങ്ങളുമായൊക്കെ തന്നെ കൃത്യമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ ദുരന്തത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. അല്പസമയം മുമ്പ് അത്ര വലിയൊരു ദുരന്തമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് ഇപ്പോഴും ഈ നിമിഷവും നമുക്ക് വ്യക്തമാക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. 110 മരണങ്ങൾ എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാത്രമാണ്. അതായത് ഔദ്യോഗികമായി പക്ഷെ ആ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതകൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ, ആരോഗ്യ വൃത്തങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ വ്യക്തമാക്കുന്നത് വലിയ ഗുരുതരമായ പരിക്കുകളാണ് ഇവർക്ക് ഏറ്റിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പൊള്ളലാണ് ഏറ്റിട്ടുള്ളത്. ശരീരമാസകലം പൊള്ളലേറ്റ നിരവധി ആൾക്കാർ ഈ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരെ വിവിധ ആശുപത്രികളിലായിട്ട് മാറ്റുന്നുണ്ട്. ഇതിനോടകം തന്നെ പലരെ ICUയിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ മെഡിക്കൽ രംഗത്തിന് സാധ്യമാകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വലിയ ദുരന്തം, അത് എന്താണ് ആ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് അതിന്റെ അന്വേഷണത്തിൽ മാത്രമായിരിക്കും അത് വ്യക്തമാകുക. സ്വാഭാവികമായും അതിന്റെ ബ്ലാക്ക് ബോക്സ് ലഭിക്കും.
ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ ശേഷം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമായിരിക്കും DGCAക്ക് ഇതിന്റെ ഈ വിമാന അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നത് അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ATCയിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ, പ്രാഥമിക സൂചനകൾ മറ്റും മാത്രമായിരിക്കും, അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം ATC നൽകുന്ന വിവരങ്ങൾ കൂടി നിർണായകമാണ്. ATC അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിമാന ദുരന്തം അവരുടെ ATCയുടെ ഹാളിൽ നിന്നും അവർ കൃത്യമായി കണ്ടു. എയർപോർട്ടിലെ എല്ലാ എയർപോർട്ടുകളിലും ഇത്തരം ATCകൾ അവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേക കെട്ടിടത്തിൽ, ഒരു ടവറിലായിരിക്കും സ്ഥിതി ചെയ്യുക. അതൊരു പ്രത്യേക കെട്ടിടമായിരിക്കും. ആ കെട്ടിടത്തിൽ നിന്ന് വീക്ഷിച്ചാൽ എയർപോർട്ടിന്റെ വലിയൊരു പരിസര പ്രദേശങ്ങൾ അവിടെ നിന്നും കാണാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ദുരന്തം മേഡേ കോൾ വന്നപ്പോൾ തന്നെ ATC അധികൃതർ ഈ വിമാനത്തിൽ ശ്രദ്ധിച്ചു. കാര്യം ടേക്ക് ഓഫ് ചെയ്ത് വലിയ ദൂരമാകുന്നില്ല, ഒരുപാട് ദൂരത്തിലേക്ക് പറന്നുയർന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം ATC അധികൃതർ നേരിട്ട് അവരുടെ ടവറിൽ നിന്നും ഇത് ശ്രദ്ധിച്ചു. അതിന് ചില വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ATC അധികൃതർ നൽകിയ ചില വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം എന്താണ് കാരണം എന്നുള്ളത് പൈലറ്റ് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ATCയിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. മേഡേ കോൾ മാത്രമാണ് ലഭിച്ചത്. അതായത് സ്വാഭാവികമായും ഏറ്റവും അവസാന നിമിഷം അല്ലെങ്കിൽ അത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് പൈലറ്റ് മേഡേ കോൾ വിളിക്കുക. 3 തവണ മേഡേ 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 എന്നിങ്ങനെ 3 തവണ അറിയിക്കുന്നത് തങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് അത് കൃത്യമായി ATCയെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിനു മുമ്പ് പാൻ കോൾ, പാൻ ഒരു സാധാരണ അപകടം ആണ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അപകടമാണ് ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ അടിയന്തര ലാൻഡിംഗ് അതിനാവശ്യമെങ്കിൽ അതിനെ പാൻ കോൾ ആയിരിക്കും വിളിക്കുക. പിന്നീട് ATCയുമായി മേഡേ കോൾ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഈ 2 പാൻ കോളും മേഡേ കോളും വിളിച്ച ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദുരന്തം ഏതായാലും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വ്യാപ്തി ഇനിയും നമുക്ക് അളക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം ഒരു കോണിൽ കൂടി നടക്കുമ്പോൾ തന്നെ ആശുപത്രികളിൽ ഡോക്ടർമാർ ഏതെങ്കിലും കൂടുതൽ വിശദമായ അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ അവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുവാനുള്ള ക്രമീകരണങ്ങൾ, എയർലിഫ്റ്റിന് അടക്കമുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ എയിംസിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്കോ അടിയന്തര ശസ്ത്രക്രിയയോ മറ്റോ വേണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. ഗുജറാത്ത് ആരോഗ്യ വകുപ്പ് ഈ ഒരു സാഹചര്യം നേരിടുവാൻ വേണ്ടി പൂർണ്ണമായും സുസജ്ജമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ ദുരന്തത്തിൽ ഏതാണ്ട് 110 മരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് അനൌദ്യോഗിക വിവരങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള സാധ്യതകളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാര്യം 242 പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു. അതിൽ 230 പേർ യാത്രക്കാരായിരുന്നു. വിവിധ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ 169 പേർ ഭാരതീയരും 52 പേർ ബ്രിട്ടീഷുകാരും ഒപ്പം തന്നെ ഏതാണ്ട് 7 പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാരതീയരിൽ മലയാളികൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പാസഞ്ചേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഒരു ഗോപകുമാരൻ നായർ അടക്കമുള്ളവരുടെ പേരാണ് ആ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില മലയാളികളുടെ പേരടക്കം ഈ ലിസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. 242 യാത്രക്കാരാണ് ബോർഡിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരാണ്, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്, ഒരു കനേഡിയൻ പൗരനും 7 പോർച്ചുഗൽ പൗരന്മാരുമാണ് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വാക്കുകൾക്കതീതമായ വേദന എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആദ്യ പ്രതികരണമായി വന്നിരിക്കുന്നത്. വാക്കുകൾക്കതീതമായ വേദന എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യം കടന്നു പോകുന്നത് എന്ത് ദുരന്ത മണിക്കൂറുകളിലൂടെയാണ്, ദുരന്ത നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരുന്നത്. ഒരു മേഡേ കോൾ മാത്രമാണ് ATCക്ക് ആ വിമാനത്തിൽ നിന്നും ലഭിക്കുന്നത്. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുന്നില്ല. വിമാനം പറന്നുയർന്ന് 5 മിനിറ്റിനകമാണ് ഇത്തരത്തിൽ മേഡേ കോൾ വരുന്നതും പിന്നീട് വിമാനവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടുന്നതും. മാത്രവുമല്ല ATCയിൽ ഈ വിമാനം തകർന്നു വീഴുന്ന കാഴ്ചയടക്കം ATCയിൽ ഉണ്ടായിരുന്നവർ കാണുകയാണ്. അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തകർന്നു വീഴുകയാണ്. 15 കിലോമീറ്റർ വിമാനത്താവളവുമായി 15 കിലോമീറ്റർ ദൂരത്ത് ഈ ഒരു അകലെ മാത്രമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. 2 ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്കിടയിലേക്കാണ് ഈ വിമാനം വന്ന് പതിച്ചിട്ടുള്ളത്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്.
അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഷ്വാലിറ്റി എത്രയാണ് എന്നുള്ള വിവരങ്ങൾ നമുക്കിനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. അങ്ങനെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് 110 മരണം അനൌദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആഭ്യന്തരമന്ത്രി അതുപോലെ വ്യോമയാന മന്ത്രി അടക്കമുള്ളവർ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ എത്തും. അവർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകൂ എന്നതാണ് വരുന്ന വാർത്തകൾ. അതുവരെയുള്ള കാര്യങ്ങൾ അഭ്യൂഹമാണ്. DGCA അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 8200 അവേഴ്സ് പ്രവർത്തന പരിചയം, ഈ വിമാനം പറത്തലിൽ പരിചയം എന്നൊക്കെ പറയുന്നത് വലിയ അനുഭവ സമ്പത്താണ്. എയർ ഇന്ത്യ അന്വേഷണവുമായി സഹകരിക്കുന്നു, എല്ലാം ഉറപ്പാക്കുന്നുണ്ട്, പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. നന്ദഗോപൻ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവം നടന്ന അഹമ്മദാബാദിലേക്ക് എത്തും. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവുമായി ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുവാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അഹമ്മദാബാദിലെ ഗുജറാത്തിലെ ആശുപത്രികളിൽ ഇതിനോടകം തന്നെ മുഴുവൻ ജീവനക്കാരും അവധി റദ്ദാക്കി അവർ എത്രയും പെട്ടെന്ന് അഹമ്മദാബാദിൽ ആശുപത്രികളിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പൂർണ്ണ തോതിൽ തന്നെ NDRFന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫയർഫോഴ്സ് വിഭാഗവും ഒപ്പം ഗുജറാത്ത് സർക്കാരിന്റെ ഫയർഫോഴ്സ് വിഭാഗവും ഇതിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. 110-ലധികം ആൾക്കാർ മരിച്ചപ്പോൾ 169 ഭാരതീയർ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. ഒപ്പം തന്നെ 52 ബ്രിട്ടീഷ് പൗരന്മാർ ഉണ്ട്, 7 പോർച്ചുഗീസ് പൗരന്മാരുണ്ട്, 13 കുട്ടികൾ, അതിൽ 2 പേർ നവജാത ശിശുക്കളാണ്. ഇവർക്കൊക്കെ ഏത് തരത്തിലുള്ള അപകടമാണ് പറ്റിയത് എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം 110 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 40 ബോഡികൾ ഇതിനോടകം തന്നെ പ്രദേശത്ത് നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ബോഡികൾ, ആ ഡെഡ് ബോഡികൾ അല്ലെങ്കിൽ ആ മനുഷ്യ ശരീരങ്ങൾ അവിടെ വിമാനത്തിന് പുറത്ത് അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ആണോ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നവരുടെ ആണോ എന്ന് ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ തുടരുക. ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നും ഡോക്ടർ ജയചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ജയചന്ദ്രൻ, നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്നുള്ള? ഒരു പക്ഷേ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വർത്തമാനമാണ് അല്ലെങ്കിൽ സംഭവമാണ്. കാരണം എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊരു 12 കിലോമീറ്റർ അകലെയാണ്. ഇത് വലിയൊരു അഹമ്മദാബാദിന്റെ ചരിത്രത്തിൽ, അഹമ്മദാബാദിന്റെ എയർപോർട്ടിന്റെ ചരിത്രത്തിൽ ഒരു വലിയ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നായി തീർന്നിരിക്കുന്നു. അതിലേറ്റവും വലിയ വിഷമം, ഇത് തകർന്ന് വീണിരിക്കുന്ന സ്ഥലം മേഘാനി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ മേഘാനി നഗർ എന്ന് പറഞ്ഞാൽ ഹൈലി കൺജസ്റ്റഡ് ആയിട്ടും ഹൈലി പീപ്പിൾ മൂവ്മെന്റ് ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന സിവിൽ ഹോസ്പിറ്റൽ, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളിലെ, കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഹോസ്പിറ്റൽ ഒന്നാണ് സിവിൽ ഹോസ്പിറ്റൽ. ആ സിവിൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഇത് തകർന്ന് വീണിരിക്കുന്നത്. അത് തകർന്ന് വീണിരിക്കുന്ന ഒരു ഭാഗം സിവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ ക്വാർട്ടേഴ്സിന്റെ മുകളിലാണ്. അപ്പൊ അതിനെ തുടർന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി ഡോക്ടേഴ്സിനെ ഞാൻ വിളിക്കുമ്പോൾ പലർക്കും വിളിക്കുന്നത് എനിക്ക് ഫോൺ അങ്ങോട്ട് കിട്ടുന്നില്ല. പലരും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല പലർക്കും. അതിപ്പോൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വിവിധ കാഷ്വാലിറ്റി വർക്കുകളിൽ എൻഗേജ് ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷമം, എൻ്റെ പേഷ്യൻസ് ആയിട്ടുള്ള 3 UK ബേസ്ഡ് ആയിട്ടുള്ള ഗുജറാത്തികള്, അവർ ഈ ഫ്ലൈറ്റിലാണോ പോയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർ ഇന്നാണ് പോകുന്നത്. ഞാൻ അവരെയും വിളിച്ചു നോക്കി, അവരെ എനിക്ക് കിട്ടുന്നില്ല. വൺ മിസ്റ്റർ സുനിൽ മേത്ത, മിസ്സിസ് വർഷ മേത്ത ആൻഡ് മേഘ മേത്ത. ഇവർ എല്ലാ വർഷവും ചികിത്സയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് എന്നെ വന്ന് കാണുന്നവരാണ്. ഇപ്പൊ ജസ്റ്റ് ഒരാഴ്ച മുമ്പ് കണ്ട് അവർ ഇന്നാണ് പോകുന്നതെന്ന് എന്നോട് ഇൻഫർമേഷൻ പറഞ്ഞ് അവരെന്നെ കണ്ടു പോയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹെവി കാഷ്വാലിറ്റി ഉണ്ട്. കാരണം ബോഡി ചെയ്ത ആൾക്കാർക്ക് ഒപ്പം തന്നെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വീണത് കൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇന്ന് വർക്കിംഗ് ഡേയും കൂടിയാണ്. ഈ സിവിൽ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ
രോഗികളായിട്ടും അല്ലാത്തവരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഹൈലി മൂവ്മെന്റ് ഉള്ള ഒരു ഏരിയയാണ് ഈ മേഘാണി നഗർ. അപ്പൊ അവിടെ നിന്ന് എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ട്. ഒരു 30-40 ബോഡി അവിടെ നിന്ന് തന്നെ റെസ്ക്യൂ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അങ്ങനെയെങ്കിൽ വലിയ ഈ ദുരന്തത്തിന്റെ ആഘാതം അങ്ങേയറ്റം വലുതായിരിക്കുമല്ലോ ഡോക്ടർ ജയചന്ദ്രൻ. തീർച്ചയായിട്ടും നമുക്കൊരു വരുന്ന ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അതിന്റെ യഥാർത്ഥ ഒരു പിക്ചർ നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എയർപോർട്ടിന്റെ ഉള്ളിലല്ലല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. അതെ. അല്ലെങ്കിൽ എന്താ പറയുക, റൺവേയിലാണെങ്കിൽ നമുക്കത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പരിമിതി ഉണ്ട് അതിന്. ഇതിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ക്വാർട്ടേഴ്സ്, ഒരു വലിയൊരു ക്വാർട്ടേഴ്സ് അങ്ങനെ തന്നെ കത്തി തകർന്നു പോയിരിക്കുകയാണ്. ഡോക്ടർ ജയചന്ദ്രൻ, ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ് ഈ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്നുള്ളത്. ഇതിനിടയിലേക്കാണ് ഈ ഫ്ലൈറ്റ് തകർന്നു വീണത് എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അപ്പോൾ തന്നെ സംശയിച്ചിരുന്നു ഇത് തീർത്തും ജനവാസ മേഖലയാണ്, വളരെ തിരക്കുള്ള ഫോറൻസിക് റോഡ് എന്ന് പറയുന്ന ഒരു ഏരിയയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ വിമാനം തകർന്നു വീണത്. ആ ദൃശ്യങ്ങൾ കാണാം. ജനവാസ മേഖലയാണ്. ഒരു ഫ്ളാറ്റിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ വിമാനം വന്ന് പതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിനകത്തും പുറത്തും ഒരുപോലെ കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നു എന്നല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത് ഡോക്ടർ ജയചന്ദ്രൻ? അതെ, വിമാനത്തിന്റെ ഉള്ളിലുള്ള വലിയ പ്രശ്നം, ഇൻക്ലൂഡിങ് എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം മിസ്റ്റർ വിജയഭായ് രൂപാണി, ഞാൻ ഒരുപാട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പല സന്ദർഭങ്ങളിൽ അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് വളരെ അടുത്തുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അതിലുണ്ട്. സിവിയർലി ഇഞ്ചുവേർഡ് ആയെന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ ഓഫീസ് കൺഫേം ചെയ്ത് പറയുമ്പോൾ അത് വലിയൊരു ആഘാതമാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു വലിയ ആഘാതമാണ്. അതുകൂടാതെ ഇപ്പോ മാഡം പറഞ്ഞതുപോലെ ഈ ഏരിയ കൺജസ്റ്റഡ് എന്ന് പറയാനുള്ള കാരണം അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെയും ഹൗസിംഗ് കോളനിയാണ് അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ മാത്രമാവുന്നില്ല. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ വിഷ്വൽസില് ഒരു പർട്ടിക്കുലർ ഫോക്കസ്ഡ് ഏരിയയിലാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിലേക്കും ഇതിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ മേഘാണി നഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകളെ കൊണ്ടൊന്നും നിങ്ങളെ ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അത്രയും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 2000-2500 ബെഡഡുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രവാഹം എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞു വിവരിപ്പിക്കാൻ പറ്റുന്നതാണോ? അപ്പൊ എന്തായാലും ഹെവി കാഷ്വാലിറ്റി ഫ്ലൈറ്റിന്റെ ഉള്ളിലെ പോലെ തന്നെ പുറത്തും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ ബിസിനസ് അവേഴ്സ് ആണ് ഈ സമയത്തൊക്കെ. അപ്പോൾ ജനങ്ങൾ നിരത്തിൽ ഉണ്ടാകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ പാവപ്പെട്ട ജനങ്ങൾ യാത്ര ചെയ്യുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കാനാണ് വളരെ സാധ്യതയുള്ളത്.